ഹലോ ഗേസ്, സത്യം പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം സിസ്റ്റമൊന്നും എനിക്കിതുവരെ പോയിട്ടില്ല. സത്യത്തിൽ എനിക്ക് ഫേസ് റിവീൽ ചെയ്യാൻ പോലും എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ കുറച്ച് ആൾക്കാർക്ക് എന്നെ അറിയാതിരിക്കും ഒരുപക്ഷെ, അതുകൊണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ ഞാനിത് തുടങ്ങാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സത്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് വരുമ്പോഴാണ്. ഞാൻ പഠിക്കുന്ന സമയം തൊട്ട് ഒരു പ്രത്യേക ടൈപ്പാണ്. അതായത് ഈ സാറുമാർക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള തിരിച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന എല്ലാ സ്റ്റുഡൻസും നിങ്ങളുടെയൊക്കെ ക്ലാസ്സിലുണ്ടാകത്തില്ല. ഞാനൊക്കെ ആ ടൈപ്പായിരുന്നു. അതായത് അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല, ചിലപ്പോൾ അതിനായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ തിരിച്ച് ചോദ്യങ്ങളായിട്ട് ചോദിച്ച് അവരെ ഉത്തരം മുട്ടിക്കാറുണ്ട്. കുറേ കാര്യങ്ങളുണ്ട് ഇതുപോലെ. ഓക്കെ, അപ്പോൾ ഞാനിപ്പം സത്യത്തിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു വിഷയം അതിനകത്തോട്ട് സംസാരിക്കാനാണ് എനിക്ക് താല്പര്യം. ഓക്കെ, സംഭവം ഇപ്പം നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ജനറേഷനിൽ നമുക്ക് വേടൻ എന്ന് പറയുന്നൊരു വ്യക്തിയെ നമുക്ക് പ്രത്യേക ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും പുള്ളീനെ അറിയാം. ഓക്കെ, അപ്പം പുള്ളി ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജാതിയാണോ രാഷ്ട്രീയമാണോ? പുള്ളി ആദ്യമേ ഒന്ന് ജാതി പറഞ്ഞു, പിന്നെ ഇപ്പോൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ പുള്ളിക്കൊരു എനിക്കറിയത്തില്ല. പുള്ളിയുടെ സോങ്ങുകൾ ഞാൻ അധികം കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കേൾക്കാൻ ശ്രമിക്കാറുമില്ല. കാരണം എനിക്ക് ഈ റാപ്പിനോട് വലിയ താല്പര്യമില്ല ഉള്ള കാര്യം പറയാം. ഓക്കെ, അപ്പോൾ എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്കോ അല്ലെങ്കിൽ ഒക്കെ ചിലപ്പോൾ ഇഷ്ടമായിരിക്കാം, ചിലർക്ക് പുള്ളീനെ ഇഷ്ടമായിരിക്കാം, ചിലപ്പോൾ പുള്ളി പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സത്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പുള്ളി പറയുന്ന ഈ തമ്പുരാനും ഈ ഒരു സെറ്റപ്പ് ഇന്നും നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കേരളത്തിൽ ഇന്ന് ആ ഒരു രീതിയിൽ ആൾക്കാരുണ്ടോ ഇല്ലയോ എന്ന്. കാണും, സുരേഷ് ഗോപിയിൽ പോലുള്ള ചില ആൾക്കാരൊക്കെ വിചാരം പുള്ളി തമ്പുരാനാണ്. അത് പുള്ളി പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി മറ്റേ ഭരത്ചന്ദ്രൻ IPS എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ട് 3-4 മാസം അതിൻ്റെ ഹാങ് ഓവർ മാറാതെ ആ തൊപ്പിയും കൊണ്ട് തലയിൽ വെച്ചുകൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതൊരു സംവിധായകൻ ഇതുപോലെ. അപ്പം കാണും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ തമ്പുരാനെന്നും പറഞ്ഞ് നടക്കുന്നൊരു വ്യക്തിയാണ് നമ്മുടെയൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓക്കെ, പുള്ളിക്ക് ആ ഒരു വിചാരം ഇപ്പോഴും ഉണ്ട് കേട്ടോ. പുള്ളി തമ്പുരാനാണ്, രാജാവാണ്, രാജകീയ വാഴ്ചയാണ് ഇപ്പം നടക്കുന്നതെന്ന് പിണറായി വിജയന് പൂർണ്ണമായിട്ടും പുള്ളിയുടെ മനസ്സിൽ ആ ഒരു സെറ്റപ്പാണ് പുള്ളിയുടെ മനസ്സിൽ. സത്യത്തിൽ പുള്ളിനെ ജനങ്ങൾ ജയിപ്പിച്ച് വിട്ടതാണെന്നോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നോ അതൊന്നും പുള്ളിക്കില്ല. പുള്ളിക്ക് സ്വന്തം കീശ വീർപ്പിക്കുക, മറ്റേ പണക്കീഴി അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുക എന്നുള്ള ആ ഒരു സെറ്റപ്പ് മാത്രമേ പുള്ളിക്കുള്ളൂ. അപ്പോൾ ആ ഒരു സെറ്റപ്പ് ഈ രണ്ട് ടീമുകൾക്കാണ് ഞാൻ നോക്കിയിട്ട് കേരളത്തിൽ ഭൂരിഭാഗം ആൾക്കാരും വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു തോട്ട്സ് തന്നെ ഈ രണ്ട് വ്യക്തികൾക്ക് ആ ഒരു വിചാരം നല്ലപോലെ ഉണ്ടെത്തായി. പിന്നെ വേടൻ്റെ കേസ് പറയാം. ഇവിടെ വേടൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒക്കെ അടിപൊളിയാണ്, സെറ്റപ്പാണ്. ഓക്കെ, പിള്ളേർക്കെല്ലാം ഇഷ്ടമാണ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി പറയുന്ന കാര്യങ്ങളോട് ഒരു കാര്യമില്ല. പുള്ളി പറയുന്ന വെറും അൾട്രാ ഫ്ലോപ്പ് കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉള്ള കാര്യം പറഞ്ഞാൽ പുള്ളി ഇവിടെ ഈ രണ്ട് പാട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ പുള്ളി ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടോ ഇവിടെ ഒരു കാര്യവും മാറാൻ പോകുന്നില്ല. കേരളത്തിൽ ഒരു കാര്യവും മാറാൻ പോകുന്നില്ല. കാരണം മാറാനാണെങ്കിൽ ഈ പറഞ്ഞ LDF സർക്കാർ തരും, എല്ലാം ശരിയാകും, 10 വർഷമായി, എല്ലാം മാറേണ്ടതായിരുന്നു. ഞാൻ ഒരിക്കലും LDFനെതിരോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരോ ആയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ചില സത്യങ്ങൾ എൻ്റെ മനസ്സിൽ കടന്ന് വെമ്പുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സെറ്റപ്പ് തുടങ്ങിയത് തന്നെ. അല്ലെങ്കിൽ എനിക്ക് ആർക്കടുത്ത് പറയാനില്ല. അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ ആൾക്കാർക്കത് ചിലപ്പോൾ അത് വേറൊരു രീതിയിൽ ഫീലാകും. ഞാൻ അതുകൊണ്ട് ഓക്കെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ ആ ഒരു സെറ്റപ്പിലോട്ട് തുടങ്ങിയതാണ്. പിന്നെ ഞാനൊന്ന് നോക്കിക്കട്ടെ, സത്യത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജാതിയോ കാര്യങ്ങളോ ഒന്നും അല്ലടെ, ഇല്ല എന്ന് പറയുന്നില്ല. ഇപ്പം ഒരു കല്യാണമൊക്കെ വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ജാതിയും മതങ്ങളും ഒക്കെ ആൾക്കാർ നോക്കും. പക്ഷേ ഒരിക്കലും ഒരു തോളത്ത് കൈയിട്ട് കിടക്കുന്ന ഒരു ബന്ധത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ആരും അത് നോക്കാറില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാനങ്ങനെ നോക്കിയിട്ടില്ല. ഓക്കെ, പിന്നെ ഈ പറയത്തില്ലേ ബെറ്റർ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആകും എന്നുള്ള രീതിയിലും ചിലപ്പം മീൻസ് ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ജാതിയിൽ താഴ്ന്നവർ എന്ന് പറയുന്ന ഈ വിഭാഗക്കാർ അവർ സ്വയം വിചാരിച്ച് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതായത് അവർക്ക് മുൻഗണനയില്ല, അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അത് പറയുമോ ഇത് പറയുമോ അങ്ങനെ വിചാരിച്ച് അവർ സ്വയം ഇങ്ങനെ താഴ്ന്നു പോകുന്നതല്ലാതെ അവരെ ഉയർത്തിക്കൊണ്ട് വരാൻ നമ്മുടെ ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കാറില്ല. അത്
പൊതുവായിട്ടുള്ളൊരു സത്യമാണ്. അല്ലെങ്കിൽ പിന്നെ ഈ 10 വർഷമായിട്ട് ഏതെങ്കിലും ഒരു അറ്റത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു ദളിതൻ ഇതുവരെ ഉയർന്നു വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ താഴ്ന്ന ജാതിയിലുള്ളവർ ഉയർത്തിക്കൊണ്ടുവരാൻ ഏതെങ്കിലും ഒരു ഈ പറഞ്ഞ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഇവിടെ കേരളത്തിൽ? ഒന്നും നടന്നിട്ടൊന്നുമില്ലടെ. ഏഹ് അല്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഈ ഒരു ആദിവാസി പെൺകുട്ടി എന്തെങ്കിലും ഒരു ഡോക്ടറേറ്റോ ഡോക്ടറിനോ പഠിച്ച് അവരൊരു ഡോക്ടറായെന്ന് വിചാരിച്ചു. അന്നത്തെ പത്ര ഹെഡിങ്ങിൻ്റെ മെയിൻ ഹെഡിങ് ഇതായിരിക്കും: ആദിവാസി യുവതി പഠിച്ച് ഡോക്ടറേറ്റ് നേടി അല്ലെങ്കിൽ ഡോക്ടറായി. ഓക്കെ, ഇത് ഇത്ര വലിയ ഹെഡിങ്ങായിട്ട് കൊടുക്കാൻ എന്താണുള്ളത്? എന്താണുള്ളത്? ഇത്ര വലിയ ഹെഡിങ്ങായിട്ട് കൊടുക്കാൻ എന്താണുള്ളത്? ഒന്നുമില്ല സത്യത്തിൽ. അത് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ഈ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം കൂടിയാണ് ഇവരെ ആ ഒരു രീതിയിലോട്ട് എടുത്ത് വെച്ചത് തന്നെ. സത്യത്തിൽ ഇവിടെ പണ്ടൊക്കെ ജന്മിത്ത ദിവസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇന്നൊക്കെ ആരുടെ അതൊക്കെ നോക്കുന്നത്? ഇന്നൊന്നും അതൊന്നും ഇല്ലടെ. അത് നിങ്ങൾ ഈ പറഞ്ഞ ഈ രണ്ടുപേരെ തമ്മിലടിപ്പിക്കാൻ കൊണ്ടിട്ട് അല്ലെങ്കിൽ കുറച്ച് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള മുതൽക്കൂട്ടായിട്ട് മാത്രമാണ് ഇന്നും ഈ ജാതി എന്ന് പറയുന്ന സാധനത്തെ എടുത്ത് പിടിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ ചിലരൊക്കെ ഉണ്ട് ജാതിക്കാരുടെ അടക്കം. ഇപ്പം നമ്മൾ മറ്റേ ദിയയുടെ അങ്ങനെ ഉണ്ടല്ലേ, മറ്റേ കൃഷ്ണകുമാർ ചേട്ടൻ്റെ മറ്റേ മോളുടെ കടയിൽ എന്തോ തട്ടിപ്പ് നടത്തിയപ്പോൾ ആ പെണ്ണുങ്ങൾ 3 കൂടി ജാതിക്കാരുടെ ഇടയ്ക്ക് കളിച്ച്. ഇതൊക്കെ അവർക്ക് സത്യത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴിയും കൂടിയാണ് സത്യത്തിൽ. അപ്പം അവരിങ്ങോട്ട് വന്ന് മെക്കിട്ട് കയറിയാലും നമ്മൾ അവർക്ക് 2 കൊടുത്താലും അവരെ തല്ലി ഇവരെ തല്ലി ആ ഒരു കേസ് വേറെ വകുപ്പിലോട്ടായി. അപ്പോൾ അങ്ങനെ കുറേ എൻ്റെ ലൈഫിൽ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇവിടെ ഒരു 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 വെളുത്ത പെണ്ണും ഒരു കറുത്ത പെണ്ണും കൂടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ കറുത്ത ആൺകുട്ടിയായാലും വെളുത്ത ആൺകുട്ടിയായാലും നോക്കുന്നത് ആ വെളുത്ത പെണ്ണിനെ തന്നെ ആയിരിക്കും. കാരണം അത് അവളുടെ ജാതി അവളുടെ ജാതി ഏതെങ്കിലും നോക്കിയിട്ടൊന്നുമല്ല, അട്രാക്ഷൻ അതിനകത്തോട്ടാണ്, വെളുത്തവരിലോട്ടാണ് അട്രാക്ഷൻ പോകുന്നത്. അത് നമ്മൾ ഈ പണ്ട് തൊട്ടേ ഈ അമർചിത്ര കഥകളൊക്കെ വായിച്ചു വരുമ്പോഴേ കറുത്തവരെന്ന് വെച്ച് കഴിഞ്ഞാൽ രാക്ഷസികളും വെളുത്തവരെന്ന് വെച്ച് കഴിഞ്ഞാൽ മാലകൾ അല്ലെങ്കിൽ ഏഞ്ചൽസും ആണ് എന്നാണ് നമ്മളും നമ്മുടെ ഈ പറഞ്ഞ സമൂഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. സോ ആ ഒരു സംഭവം മാറി ഇങ്ങനെ വരെ കുറച്ച് ടൈം എടുക്കും. അല്ലാതെ 2 പാട്ട് കേട്ടോണ്ടോ അതിനകത്ത് തുള്ളിയുണ്ടോ കുറച്ച് ചളി വാരി എറിഞ്ഞുണ്ടോ ഒന്നും ഈ പറഞ്ഞ സമ്പ്രദായം മാറാനൊന്നും പോകുന്നില്ല കേരളത്തിൽ നിന്ന്. ഓക്കെ, പിന്നെന്ന് പറയുന്നത് എന്താ ഞാൻ പറഞ്ഞില്ലേ, ഒരു കറുത്തൊരു ചെക്കൻ ഒരു വെളുത്തൊരു പെൺകൊച്ചിനെ കല്യാണം കഴിച്ചെന്നിരിക്കട്ടെ. സോ എല്ലാവരും പറഞ്ഞുകൊണ്ട് കിടക്കും, അവൻ്റെ മറ്റേൻ്റെ ഭാഗ്യ ഏത്, അതത്രേ പറയത്തുള്ളൂ. അത് ഈ പറഞ്ഞ 2K കിഡ്സ് ആവട്ടെ, ഈ പറഞ്ഞ 90s എന്ന് പറയുന്ന ടീമുകളാവട്ടെ, അല്ലെങ്കിൽ ഒരു 95-ന് മുമ്പിട്ടുള്ളവർ, പിന്നെ ഈ അമ്മാവൻ വൈബ് ടീമുകൾ, മറ്റ് സുപ്രഭാതവും തത്തമ്മ ഇരിക്കുന്നതും തത്തമ്മയുടെ ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കുന്നവരാവട്ടെ, എല്ലാവരും ഇതേ തോട്ട്സിൽ തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത്. അവൻ്റെ മറ്റേൻ്റെ ഭാഗ്യം, മറ്റേന്ന് ഉദ്ദേശിച്ച് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് മാറ്റേണ്ടത് ജാതിയൊന്നുമല്ല. ജാതി ഇല്ലായതൊന്നുമില്ല, പക്ഷെ ഈ പറഞ്ഞു പാടി ഇങ്ങനെ നടക്കുന്നത് പോലൊരു ജാതിയോ പ്രശ്നങ്ങളോ ഒന്നും നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. പൊതുവേ എനിക്കെന്നല്ല ആർക്കും തോന്നി കാണത്തില്ല ഒരു വശം. പക്ഷെ ഈ പറഞ്ഞ വർണ്ണവിവേചനം അതുണ്ട്. ഒരു കറുത്ത ഒരാളെ കാണുമ്പോൾ നമ്മൾ സ്വയം അങ്ങ് ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ അയാൾ സ്വയം ചിന്തിക്കുക, ഞാൻ ആ കറുത്ത ഒരാളെ കാണുമ്പോൾ നമ്മൾ സ്വയം ചിന്തിച്ചു പോവുക, ഇവൻ താഴ്ന്ന ജാതിക്കാരനാണ്. സത്യത്തിൽ അത് വർണ്ണവിവേചനമാണ്. അത് ഈ വർണ്ണവിവേചനം ഇത്രയും വലിയ പുരോഗമിച്ച രാഷ്ട്രം എന്ന് പറയുന്ന അമേരിക്ക എന്ന് പറയുന്ന സാധനത്തിൽ പോലും ഈ വർണ്ണവിവേചനമുണ്ട്. ഈ പറഞ്ഞ വർണ്ണവിവേചനമുണ്ട്. ഈ പറഞ്ഞ അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളിൽ പോലും വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ ഇപ്പോഴും പല പല പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. മനസ്സിലായോ? അതായത് ഇന്ത്യയെക്കാട്ടിൽ ഒരു 10 വർഷം മുന്നേ ഓടുന്ന രാജ്യങ്ങളായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ. എന്നിട്ട് അവിടെ പോലും ഇപ്പോഴും ഈ പറഞ്ഞ സാധനം ഈ ജാതീയ ഇതും ഇത് ലോകത്തുനിന്ന് മാറത്തില്ലേ? അത് ഇങ്ങനെ കിടക്കൂടിയത്. അത് ഈ പറഞ്ഞ ഒരു സിസ്റ്റത്തിനും അത് മാറ്റാൻ ഒക്കത്തില്ല. അല്ലെങ്കിൽ സിസ്റ്റം എല്ലാവരും ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനം പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിൽ വാദിച്ച് ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ, ഇക്വാലിറ്റി. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഒരു ടോപ്പിക് ഇടാം. അപ്പോൾ ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനം പോലെ തന്നെ എല്ലാ മനുഷ്യർക്കും ഒരേപോലെ, അതായത് ഈ ST SC വിവാദപ്പെടുന്നവർക്ക് മറ്റൊരു പൈസ കൊടുത്തു വിടുക, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പൈസ കൊടുക്കുക, അവർക്ക് കൂടുതൽ അരി കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഫുള്ളായിട്ട് അങ്ങ് മാറ്റിയിട്ട് എല്ലാവരും മനുഷ്യരെ പോലെ എല്ലാവർക്കും ഒരുപോലെ ആ ഒരു രീതിയിലോട്ട് എത്തണം. അല്ലെങ്കിൽ സമൂഹം അത് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉടനെ ഒന്നും. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ്റെ പാട്ട് നടക്കട്ടെ, പക്ഷേ പുള്ളിക്കാരൻ അതിൻ്റെ ഇടയ്ക്കോടുള്ള ഈ കുത്തിത്തിരിപ്പ് അത് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമുക്ക് ഇപ്പം പറയണത്. ഓക്കെ.